പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിൻ്റെ 16-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും വചന സന്ദേശത്തിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 34-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവുമേലിരിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും അനുഭവങ്ങളിൽ കൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയങ്ങൾ വളരെ കുറവാണ്. തൻ്റെ ആയുസ്സിൽ കഷ്ടതയേറെ അനുഭവിച്ച ഇയ്യോബ് പറയുന്നത്, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനാകുന്നു എന്നാണ്. അതുപോലെ അനവധി കഷ്ടതകൾ അനുഭവിച്ച ഇരമ്യാവ് ഹൃദയം നുറുങ്ങി ദൈവത്തോട് ചോദിക്കുന്നു, കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്നും പുറത്തു വന്നത് എന്തിന്? ലോകത്തിൽ എവിടെയും നിലവിളിയുടെയും കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും ശബ്ദം മാത്രമേ കേൾക്കുവാനുള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ യഹോവയെ വാഴ്ത്തും സ്തുതിക്കുമെന്നാണ് ഭക്തൻ പറയുന്നത്. ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ പാടാനും സ്തുതിക്കാനും കഴിഞ്ഞേക്കാം. എന്നാൽ വേദനയും ദുഃഖവും ഉള്ളപ്പോൾ ഒരാൾക്ക് എങ്ങനെ സന്തോഷിച്ച് പാടുവാൻ കഴിയും? എന്നാൽ ദൈവവചനം പരിശോധിച്ചാൽ അനേക ദൈവമക്കളുടെയും തങ്ങളുടെ കഷ്ടതയുടെ നടുവേ സന്തോഷിക്കുകയും ആരാധിക്കുകയും പാടുകയും സ്തുതിക്കുകയും ചെയ്തത് കാണുവാനിടയാകും. അവർക്ക് ലഭിക്കുവാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ചും അവരുടെ കഷ്ടതയുടെ മുമ്പിലുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ചും ശരിയായ ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പാടുവാനും സന്തോഷിക്കുവാനും കഴിഞ്ഞത്. ഒരു അനുഭവകഥ കേട്ടിട്ടുള്ളത് ഇപ്രകാരമാണ്. വിദേശത്ത് നല്ല ജോലിയുണ്ടായിരുന്ന ഒരുവൻ്റെ ഭാര്യ ആദ്യ നാളുകളിൽ മുൻകോപിയും പോരുകാരിയുമായിരുന്ന തൻ്റെ അമ്മാവിയമ്മയോടൊപ്പം കഴിയേണ്ടതായി വന്നു. കാര്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ അമ്മാവിയമ്മ മരുമകളെ കഠിനമായി ഉപദ്രവിക്കുകയും ശാസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ദിവസവും പോരിൻ്റെ നടുവിൽ അവൾ പലപ്പോഴും ഏകയായിരുന്ന് വാവിട്ട് നിലവിളിക്കുകയും പട്ടിണി കിടക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ കത്ത് വന്നതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, നീ വീട്ടിൽ വളരെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അമ്മ ഒത്തിരി നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ വിഷമിക്കേണ്ട, ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. കൂടാതെ അവധി കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോരത്തക്ക നിലയിൽ നിനക്കുള്ള വിസയും കൊണ്ടാണ് ഞാൻ വരുന്നത്. ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നെ അവളുടെ മുഖം വാടിയില്ല. എന്നാൽ അമ്മാവിയമ്മ ഓരോ ദിവസം അവളെ ഉപദ്രവം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ അവർ ഉപദ്രവിക്കുമ്പോൾ അവൾ കരയുന്നില്ല, പട്ടിണി കിടക്കുന്നില്ല, മറിച്ച് മൂളിപ്പാട്ട് പാടിയും ചിരിച്ചും കൊണ്ട് ഉപദ്രവങ്ങളും ശകാരങ്ങളും സഹിക്കുന്നു. അമ്മാവിയമ്മ ഉപദ്രവിക്കുമ്പോൾ അവൾ ഹൃദയത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ കൊതി തീരെ ഉപദ്രവിച്ചോ, എത്ര കാലം ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ അമേശ്വരം, ഇനി ഏറിയാൽ 1 മാസം കൂടിയല്ലേ നിങ്ങളിങ്ങനെ എന്നെ പീഡിപ്പിക്കുവാൻ കഴിയും. കൂടാതെ സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൾ മുറിയിൽ കയറി വാതിലടച്ച് ആ കത്തെടുത്ത് വീണ്ടും വീണ്ടും വായിക്കും. അങ്ങനെ സമാധാനിക്കുകയും ചെയ്യും. അതുപോലെ പ്രിയ ദൈവവൈദ്യരെ, ഈ ലോകത്തിലെ ഉപദ്രവങ്ങളുടെ നടുവിൽ, കഷ്ടതയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിന്ദയുടെ നടുവിൽ, പരിഹാസത്തിൻ്റെ നടുവിൽ നിന്നും നമ്മെ കൂട്ടിക്കൊണ്ടു പോകുവാൻ യേശുക്രിസ്തു വേഗത്തിൽ വരുമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വേദന കൂടി വരുമ്പോൾ ആ കത്ത് എന്ന വേദപുസ്തകം, തിരുവചനം എടുത്ത് കൂടെ ഒന്ന് നാം വായിക്കണം. നമ്മുടെ മുമ്പിലുള്ള സന്തോഷം അത്ര വലിയതാണ്.
പൗലോസും ശീലാസും അടികൊണ്ട് ജയിലറയിലായ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ മൃഗീയ മർദ്ദനത്തിൻ്റെ നടുവിൽ തങ്ങളുടെ ശരീരം ആസകലം മുറിഞ്ഞ് രക്തം ഒലിച്ചു ആ ശരീരത്തിൽ നിന്നും രക്തം വാർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാലുകൾ ആമത്തിലിട്ട് ബന്ധിച്ച് ഇരുളറയിൽ തള്ളി ഇട്ടപ്പോഴും അവർ അർദ്ധരാത്രി പാടി സ്തോത്രം പ്രാർത്ഥിച്ചു, പാടി ദൈവത്തെ സ്തുതിച്ചു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? പക്ഷേ അവർ അപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നതിൽ മടി കാണിച്ചില്ല. അതുകൊണ്ട് ഈ പ്രഭാതം പ്രിയ ദൈവവേദനയെ നമുക്ക് പറയുവാനിടയാകണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. നമ്മുടെ ജീവിതത്തിലും നിന്ദയും പരിഹാസം വരാം. ചിലപ്പോൾ മക്കൾ വെറുത്തെന്ന് വരാം, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സ്നേഹിതർ എല്ലാവരും വെറുത്തെന്ന് വരാം. ദാവീദ് പറയുന്നു, തൻ്റെ അപ്പനും അമ്മയും പോലും മറന്നുപോയി. തൻ്റെ സഹോദരങ്ങൾ പലപ്പോഴും തന്നെ പരിഹസിച്ചിട്ടുണ്ട് പരസ്യമായി. യോസഫിന്റെ ജീവിതത്തിൽ തൻ്റെ സഹോദരങ്ങൾ തന്നെ അടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. എന്തിനേറെ കച്ചവടക്കാർക്ക്, മിസ്രയീമിലെ കച്ചവടക്കാർക്ക് വിറ്റു. അടിമയായി അവനെ നാടുകടത്തി. മറ്റാരുമല്ല, സ്വന്തം സഹോദരങ്ങൾ. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, പ്രിയ ദൈവവേദനയെ, ഇന്ന് പ്രഭാതം നമുക്കും സങ്കീർത്തനക്കാരനോടുകൂടെ നമുക്ക് ചേർന്ന് പറയാം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആമേൻ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും പരാജയങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ ആഞ്ഞടിച്ചെന്ന് വന്നേക്കാം. പതറിപ്പോകാതെ, തളർന്നു പോകാതെ നമ്മെ വിടുവിക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വിശ്വാസത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. ആമേൻ. എല്ലാ കാലത്തും വാഴ്ത്തുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ നിൻ്റെ കൃപ, നിൻ്റെ അഭിഷേകം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിരാശകളെ നീക്കി, ഞങ്ങളുടെ വേദനകളെ, ഞങ്ങളുടെ കഷ്ടതകളെ കർത്താവേ സ്തോത്രം. ആരൊക്കെ മറന്നുപോയാലും, ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ആമേൻ അകറ്റിയാൽ, നാഥ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ കരുതുന്ന, ഞങ്ങളോട് കൂടെ നടക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം ചെയ്തു. ഈ പ്രഭാതം എല്ലാവരെയും അവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം പങ്കെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.